ഹേ ഗൈസ്, ഇപ്പൊ ഈ ഒരു വീട്ടിൽ ഈ വെച്ചാണെങ്കിൽ ഡയറി മിൽക്ക് കിട്ടില്ല ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നു. ഗൈസ് അപ്പൊ സംഭവം കൊള്ളാല്ലേ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡയറി മിൽക്ക് നമുക്ക് ചൂടുള്ളത്തിൽ നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡയറി മിൽക്ക് സെറ്റ് ചെയ്ത് തന്നെ മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറി മിൽക്കിന്റെ മണ്ടഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ക്രഷ്ഡ് ആൽമണ്ട് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പാലും ബദാം എല്ലാം വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ്ഡ് ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസർ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. ഗൈസ് അപ്പോൾ ഇനി വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കൊണ്ടത് ഫ്രീസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന് ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് കട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച ശേഷം കഴിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടല്ലേ നോക്കാം. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഗൈസ് ഇപ്പൊ 2 ദിവസം ഇരുന്നിട്ട് നമ്മളെ സാധനം ഫുള്ളായിട്ട് കട്ട് ചെയ്യില്ല. എന്തായാലും ഇത്ര ആക്കിയില്ലേ, നമുക്ക് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടല്ലേ നോക്കാം. ഗൈസ് ഇപ്പൊ സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ, കിടിയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്യാവാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയുമെന്ന് കമന്റ് ചെയ്യട്ടോ. എനിക്കറിയാമേ ഈ കട്ട് ചെയ്യാത്ത എന്താന്ന്.